കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു, ഹെലൻ. ഞാൻ അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരു തവണ മാത്രം ഫോണിൽ കൂടി സംസാരിച്ചു. ഒരാഴ്ച മുമ്പ് ഫോണിൽ വിളിച്ചിട്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ നാട്ടിൽ വരുമ്പോൾ അച്ഛനൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അവളെ കണ്ടുമുട്ടുന്നത്. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് അവളുടെ ലൈഫ് മുഴുവൻ പറയാണ്. അപ്പനമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട് 6 വർഷമായി. മാമുദീസ മുങ്ങിയിട്ട് 4 വർഷമായി. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിലെ ബ്രൈറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും. യേശുവിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ പറഞ്ഞു, അച്ഛൻ ഇനി സിംഗിൾ ലൈഫാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. 2 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വകാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ, പക്ഷേ എനിക്ക് അന്ന് തൊട്ട് ഇത് ആരാണെന്ന് അറിയണം, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയണം. അങ്ങനെ അവൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് അവൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛൻ ഞാനിങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് വന്ന് കാണുന്നത്, ഞാൻ ഹാപ്പിയാണ്. ഇടയ്ക്ക് വെച്ച് അവളൊരു ചോദ്യം എന്നോട് ചോദിച്ചു, അച്ഛൻ കംപ്ലീറ്റ് ആയിട്ട് ഈശോയ്ക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് നേരം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, ഇല്ല, തടസ്സങ്ങളുണ്ട്, കംപ്ലീറ്റായിട്ട് സറണ്ടർ ചെയ്തിട്ടില്ല. അവൾ എന്നെ കണ്ടു പോയി കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ടൊന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി, ഇവൾ എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വന്നത് ഈ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രമായിരിക്കും. ഈശോ പറഞ്ഞു വിട്ടതായിരിക്കും എന്നോട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി. അച്ഛൻ ഈശോയ്ക്ക് ഫുള്ളായിട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ ആ സങ്കടം ഇങ്ങനെ കൂടണാണ്. ഈശോ ഫിലിപ്പോസിന് പറയാണ്, ഫിലിപ്പേ, ഇത്ര നാൾ ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ അറിയില്ലേ? ഈശോ എന്നോട് ചോദിക്കുകയാണ്, ഇത്ര നാളും നീ എൻ്റെ കൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ അറിയില്ലേ?